ഹലോ, എല്ലാവർക്കും നമസ്കാരം. ക്വാളിറ്റി പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നിങ്ങൾ പരിചയപ്പെടുന്ന വീട് എറണാകുളം ജില്ലയിൽ ആലുവക്കടുത്തായിട്ട് മാറമ്പള്ളിയിലാണ്. ആലുവ എന്ന് പറയുമ്പോൾ പേടിക്കേണ്ട കാര്യമില്ല. വെള്ളപ്പൊക്കം ബാധിക്കാത്ത ഏരിയയിലാണ് ഈ രണ്ട് വീടുകൾ വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത്. രണ്ട് വീടിൻ്റെ വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. 4 സെൻറ്റ് ഒറിജിനൽ ലാൻഡിൽ 1730 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം ബാത്ത് അറ്റാച്ചോട് കൂടിയതാണ് ഈ വീട്. ബസ് സ്റ്റോപ്പിൽ നിന്ന് വെറും 300 മീറ്റർ മാത്രമാണ് ഈ വീട്ടിലേക്കുള്ള ദൂരം. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് വരുന്നത്. കൂടാതെ നല്ല കിണർ വെള്ളമാണ് ഇവിടെ ലഭിക്കുന്നത്. നല്ലൊരു എലിവേഷനാണ് വീടിന് കൊടുത്തിട്ടുള്ളത്. സ്ലൈഡ് ചെയ്യുന്ന ഗേറ്റാണ് ഈ വീടിന് കൊടുത്തിട്ടുള്ളത്. ഗേറ്റ് തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഈ വീടിൻ്റെ കവേർഡ് കാർ പാർക്കിംഗ് ഏരിയയാണ്. വലിയൊരു കാർ പാർക്കിംഗ് സ്പേസ് ആണ് ഇവിടെ കിട്ടുന്നത്. കൂടാതെ ഈ സൈഡിലായി മറ്റൊരു വാഹനം കൂടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യം കിട്ടുന്നതാണ്. മുറ്റമൊക്കെ കട്ടയൊക്കെ ഒരിച്ച് ഗ്രാസൊക്കെ കൊടുത്ത് മനോഹരമായാണ് ഫിനിഷ് ചെയ്തിട്ടുള്ളത്. വലിയൊരു സിറ്റ് ഔട്ടാണ് വന്നത്. അഞ്ചോളം ചെയറുകൾ ഇടാൻ പറ്റുന്ന ഒരു സിറ്റ് ഔട്ടാണ് ഇവിടെ കിട്ടുന്നത്. ഫ്രണ്ട് ഡോറ് കൊടുത്തിരിക്കുന്നത് മഹാഗണിയിലാണ്. ആഞ്ഞിലി മഹാഗണി മരങ്ങളാണ് ഈ വീടിന് കൊടുത്തിട്ടുള്ളത്. ഡോറ് തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഈ വീടിൻ്റെ വിസിറ്റിംഗ് റൂമിലേക്കാണ്. സീലിംഗിൽ ജിപ്സം ഡിസൈനൊക്കെ കൊടുത്ത് മനോഹരമായാണ് ഇവിടെ ഫിനിഷ് ചെയ്തിട്ടുള്ളത്. LED ലൈറ്റൊക്കെ കൊടുത്ത് സൈഡിലായിട്ട് ഒരു TV യൂണിറ്റും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ 3 വാളിയുടെ 7 അടി ഹൈറ്റുള്ള ഫ്രഞ്ച് വിൻഡോ ആണ് കൊടുത്തിട്ടുള്ളത്. വലിയ ജനലുകളാണ് കൊടുത്തിട്ടുള്ളത്. വിസിറ്റിംഗ് റൂമിൽ നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഈ വീടിൻ്റെ ഡൈനിങ് ഏരിയയിലേക്കാണ്. വലിയൊരു ഡൈനിങ് ടേബിൾ ഇടാനുള്ള സ്പേസ് ഇവിടെ കിട്ടുന്നതാണ്. സീലിംഗിൽ ഫാനൊക്കെ കൊടുത്തിട്ടുണ്ട്. LED ലൈറ്റും ജിപ്സം ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ. നല്ല ഡിസൈനുള്ള ടൈലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സൈഡിലായിട്ട് ഒതുക്കി വാഷ് കൗണ്ടറും കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഈ വീടിൻ്റെ ആദ്യത്തെ ബെഡ്റൂമിലേക്ക് കാണാം. താഴത്തെ നിലയിൽ 2 ബെഡ്റൂമുകളാണ് വരുന്നത്. ബെഡ്റൂമിലും LED ലൈറ്റും ജിപ്സോ കൊടുത്താണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. ഫ്രണ്ടിൽ കണ്ടമാതിരി 3 പാളിയുടെ വലിയ ജനലുകളാണ് ഈ ബെഡ്റൂമിൽ കൊടുത്തിട്ടുള്ളത്. സൈഡിലായിട്ട് ഒതുക്കി ഒരു മേക്കപ്പ് കൗണ്ടറും ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഈ ബെഡ്റൂമിൻ്റെ ബാത്റൂം ഒന്ന് കാണാം. വലിയൊരു ബാത്റൂമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഗ്രേ കളറിലെ ടൈലൊക്കെ കൊടുത്തതാണ്. നമുക്കിനി ഈ വീടിൻ്റെ താഴത്തെ നിലയിൽ 2ാമത്തെ ബെഡ്റൂം ഒന്ന് കാണാം. ഇവിടെയും വലിയ ജനലുകൾ കൊടുത്തേക്കുന്നത്. 7 അടി ആയിട്ടുള്ള വലിയ ജനലുകളാണ്. സീലിംഗിൽ ജിപ്സം ഡിസൈനും LED ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഫാൻ കൊടുത്തിട്ടുണ്ട്. സൈഡിലായിട്ട് ഒതുക്കി വാർഡ്രോബും ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഈ ബെഡ്റൂമിൻ്റെ ബാത്റൂം ഒന്ന് കാണാം. ഇനി നമ്മൾ കാണുന്നത് ഈ വീടിൻ്റെ അടുക്കളയാണ്. താഴത്തും മുകളിലുമായി മൾട്ടിവുഡിൽ പണിത കബോർഡ് വർക്കുകളാണ് ചെയ്തിട്ടുള്ളത്. തെന്നി വീഴാത്ത ടൈപ്പ് ടൈലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്.
സൈഡിലായിട്ട് ഇവിടെ വർക്ക് ഏരിയ കൊടുത്തിട്ടുണ്ട്. നമുക്കിനി അടുക്കളയുടെ ഡോർ തുറന്ന മുറ്റത്തെ കാഴ്ചകളൊക്കെ കാണാം. ഇവിടെ ആയിട്ട് ഒരു അലക്ക് കല്ലും ടാപ്പും കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഈ വീടിൻ്റെ മുകളിലെ കാഴ്ചകൾ കൂടി ഒന്ന് കാണാം. സ്റ്റെപ്പ് കയറുന്ന ലാൻഡിങ്ങിൽ വലിയ ഒരു ടഫൻ ഗ്ലാസ് ആണ് കൊടുത്തിട്ടുള്ളത്. സ്റ്റെപ്പ് കയറി നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഈ വീടിൻ്റെ അപ്പർ ലിവിങ് സ്പേസിലേക്കാണ്. ഇവിടെ 3 പാളിയുടെ ജനൽ കൊടുത്തിട്ടുണ്ട്. മുകളിലത്തെ നിലയിലും 2 ബെഡ്റൂമുകളാണ് വരുന്നത്. ആദ്യത്തെ ബെഡ്റൂം കാണാം. വലിയ ജനലുകളാണ് ഈ ബെഡ്റൂമിൽ വരുന്നത്. 7 അടി ആയിട്ടുള്ള ജനലുകളാണ് വരുന്നത്. ഈ ബെഡ്റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നത് ഒരു ബാൽക്കണിയിലേക്കാണ്. വലിയൊരു ബാൽക്കണിയാണ് ഇവിടെ വരുന്നത്. ഹാൻഡ് റെയിൽ കൊടുത്തിരിക്കുന്നത് ടഫൻ ഗ്ലാസ് ഒക്കെ ഇട്ട് വുഡൻ ടോപ്പിൽ വുഡൻ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. നമുക്കിനി ഈ ബെഡ്റൂമിൻ്റെ ബാത്റൂമിലെ ഉള്ളിലെ കാഴ്ചകൾ കാണാം. മുകളിലത്തെ നിലയിലെ 2ാമത്തെ ബെഡ്റൂമാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ഇവിടെയും ഒറ്റപ്പാളിയുടെ വലിയ ജനലുകളാണ് 2 സൈഡിൽ വെച്ചിട്ടുള്ളത്. ഈ ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആണ്. വലിയൊരു ബാത്റൂമാണ് ഇവിടെ വരുന്നത്. അടുത്തായി നമുക്ക് കാണാൻ പോകുന്നത് ഈ വീടിൻ്റെ യൂട്ടിലിറ്റി ഏരിയ ആണ്. വലിയ സൗകര്യമുള്ള യൂട്ടിലിറ്റി ഏരിയ ആണ്. വുഡൻ ഡിസൈനിലുള്ള ടൈലുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സ്ലോപ്പ് ഇട്ടാണ് ടൈൽ ഇട്ടിട്ടുള്ളത്. അത് കാരണം മഴ പെയ്യുമ്പോൾ വെള്ളമൊന്നും കെട്ടി നിൽക്കില്ല. എല്ലാം ഒഴുകി പോണ രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. സൈഡിലായിട്ട് ഇവിടെ സ്റ്റെപ്പും കൊടുത്തിട്ടുണ്ട്. മുകളിലേക്ക് കയറാനായിട്ട് ടാങ്കൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് മുകളിലേക്ക് കയറാനായിട്ട് സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്നാൽ അടുത്തുള്ള വീടുകളൊക്കെ കാണാം. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് വരുന്നത്. ഈ വീടിന് ബിൽഡർ ആവശ്യപ്പെടുന്ന പോലെ 62 ലക്ഷം രൂപയാണ്. 80% ലോൺ എടുക്കാനും നമുക്ക് പറ്റും. ഈ വീട് മേടിക്കാൻ ലോൺ ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളത് അറേഞ്ച് ചെയ്ത് തരുന്നതാണ്. ഈ വീട് നേരിൽ കാണുവാനും ഓണറുമായി സംസാരിക്കാനും താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. യാതൊരുവിധ കമ്മീഷനും കൂടാതെ മേടിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ആദ്യമായാണ് നിങ്ങൾ ചാനൽ കാണുന്നതിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെൽ ബട്ടനും കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതാണ്. ഇനി അടുത്ത വീഡിയോയിൽ കാണാം.